ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഒന്നല്ല 41 യൂട്യൂബർമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. അതിൽ ഒന്നാമത്തെ പേരുകാരിയുടെ പേര് സാൻ പാർക്കർ എന്നുള്ളതാണ്. 556 സബ്സ്ക്രൈബേഴ്സാണ്, 152 വീഡിയോ ആണ്, എന്താണ് വെറൈറ്റി വീഡിയോ ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ ആളുടെ പേര് ജോർദൻ സിമോൺസ് എന്നാണ്, 284 സബ്സ്ക്രൈബേഴ്സ്, 124 വീഡിയോ. മൂന്നാമത്തെ ആളുടെ പേര് മാർക്ക് ഹാരിസൺ, 461 സബ്സ്ക്രൈബേഴ്സ്, 461K, 4 ലക്ഷത്തി ചില്ലുവാന സബ്സ്ക്രൈബേഴ്സ്, 541 വീഡിയോ. സത്യാസാഗർ 474K സബ്സ്ക്രൈബേഴ്സ്, 943 വീഡിയോ. ഈ പറയുന്ന രീതിയിൽ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യുന്ന, എന്താണ് ശ്രദ്ധിക്കപ്പെടുന്ന, ഓരോ വീഡിയോയ്ക്കും വലിയ വ്യൂ ഉള്ള ആളാണ് സത്യാസാഗർ. സ്വാനന്ദി സർദേശായി 492K സബ്സ്ക്രൈബേഴ്സ്, 337 വീഡിയോ. ആർത്തി ചൗധരി 443K. ട്രാവൽ എന്താണ് ലവ് ഭരദ്വാജ്, ഈ പറയുന്ന രീതിയിൽ 13 എത്രയോ K. പിന്നെയാണ് വരുന്ന ട്രാവൽ വിത്ത് ജോ. ആരാണ്? നമ്മുടെ ഈ കഥാപാത്രം ജ്യോതി മൽഹോത്ര, 406K സബ്സ്ക്രൈബേഴ്സ്, 487 വീഡിയോ. പിന്നെ സെസി സായി എന്ന് പറഞ്ഞ 337 എന്ന് പറഞ്ഞാൽ അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക രാജ്യത്തെമ്പാടുമുള്ള, രാജ്യത്തെ എല്ലായിടത്തേക്കും നമ്മുടെ ടൂറിസത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ റീച്ചുള്ള ബ്ലോഗർമാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് അവരെ നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസത്തെ പറ്റി പറഞ്ഞ് അവർ അതിൻ്റെ താരിഫ് അടക്കം പറഞ്ഞ് വീഡിയോ ഇടുന്നു. അത് കഴിഞ്ഞാണ് സാറേ നമ്മൾ അറിയുന്നത് ഇവർ പാകിസ്ഥാൻ്റെ ചാരപ്പണിയാണെന്നും ഈ പണിയാണെന്നൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മൾ അറിയുന്നില്ല. ഈ പറഞ്ഞ ദുരൂഹത ആരോപിക്കാനുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? ദുരൂഹത ആരോപിക്കാനാവുമോ എന്ന ചോദ്യമാണെങ്കിൽ തീർച്ചയായും ആരോപിക്കാനാവും. അതിൻ്റെ ടൈം ഫ്രെയിമും കൂടെ ശ്രീ ഹാഷ്മി നോക്കേണ്ടതുണ്ട്. ഈ ജ്യോതി മൽഹോത്രയെക്കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയത് 2 മാസം മുൻപാണ്. അത് പഹൽഗാം ആക്രമണത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പിടിയിലായി എന്നത് മുതലാണ് ജ്യോതി മൽഹോത്രയെക്കുറിച്ച് കേട്ടു തുടങ്ങിയതും കേരള ബന്ധം ആരോപിക്കപ്പെട്ടതും അതുമുതലാണ്. ആ സമയത്തെങ്കിലും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകളിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നമുക്കറിയില്ല. അത് കേന്ദ്ര ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ സംസ്ഥാനം പറഞ്ഞിട്ടുണ്ടോ എന്ന് റിയാസിനോട് നമ്മൾ പറയേണ്ട ബാധ്യതയോ ഇല്ല. അന്വേഷിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പറയുന്നത് ശരിയുമല്ല. നമുക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം. ഇല്ല, ജ്യോതി മൽഹോത്ര, ശ്രീ ഹാഷ്മി, കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും. ജ്യോതി മൽഹോത്ര എന്ന പേര് ഫ്ലോട്ട് ചെയ്ത ആ നിമിഷം തന്നെ, അതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ, അതാണ് ടൈമിംഗ് വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. അതിന് മുൻപ് തന്നെ, ഇത് അറിഞ്ഞുകൊണ്ടല്ല, ഒരു ചാര വനിതയെ മനഃപൂർവ്വമായി കേരള സംസ്ഥാനത്തിൻ്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്നതിന് യാതൊരു കഴിവുമില്ല. എന്നാൽ ആ പേര് ഫ്ലോട്ട് ചെയ്ത ആ നിമിഷം സംസ്ഥാന ഗവൺമെൻറ് ഒരു വിവരാവകാശത്തിന് കാത്തു നിൽക്കാതെ തന്നെ ഈ വനിത, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഈ വനിത ഈ സതുദ്ദേശപരമായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ 41 വ്ളോഗർമാരിൽ ഒരാളാണ്. 10ാം നമ്പർ പേര് ഹാഷ്മി വായിച്ച ഈ 10 പേരുകാരൻ 10ാം നമ്പർ പേരുകാരിയാണ്. അപ്പോൾ ഇത് സതുദ്ദേശപരമായിരുന്നു. അതായത് ഒരു ആരോപണം വരികയും വിവരാവകാശ രേഖ വരികയും ചെയ്യുന്നതിന് മുൻപ് തന്നെ വരാമായിരുന്നു. അതുപോലെ ഒന്നുകൂടി പറയണമായിരുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ വനിത കൊച്ചിൻ ഷിപ്പ്യാർഡ് സന്ദർശിച്ചിരിക്കുന്നു. അവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല എന്ന കാര്യം ഭൂമി മലയാളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന മേഖലയാണ് ഷിപ്പ് ബിൽഡിംഗ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഫോട്ടോ എടുത്തു ആര് പറയുന്നു? മോഹൻ വർഗീസ്. അല്ലല്ലേ, ശരി, അല്ല വി രാജേഷ് എല്ലാവർക്കും വേണ്ടി വക്കാലത്ത് എടുക്കല്ലേ വി രാജേഷേ? എല്ലാവർക്കും വേണ്ടി വക്കാലത്ത് എടുക്കല്ലേ? അങ്ങനെയോട് കാര്യം നോക്കൂ. മോഹൻ വർഗീസ്, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ചിത്രീകരിച്ചെന്ന് ആർക്കും അറിയുന്നേ? അങ്ങനാണ്. അല്ലല്ല, വി രാജേഷ് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ പറയൂ. അല്ലാതെ എല്ലാവർക്കും വക്കാലത്ത് എടുക്കുന്നത് ശരിയാണോ? അയ്യോ, എല്ലാവർക്കും ഞങ്ങൾ വക്കാലത്ത് എടുക്കല്ലേ? ഓക്കെ, അല്ല ഞാൻ താങ്കളിലേക്ക് വരും. പറയൂ. അല്ല, മോഹൻ വർഗീസിന് പരാതി ഉണ്ടെങ്കിൽ മോഹൻ വർഗീസ് പറയട്ടെ. എന്താ ഇത്? മോഹൻ വർഗീസിന് പരാതി മോഹൻ വർഗീസ് പറയട്ടെ. ഇത് തുടക്കം മുതൽ അങ്ങ് ഈ ചർച്ച കുളവാക്കാൻ ഉദ്ദേശിച്ചു ഇരിക്കുകയാണ് രാജേഷ്. എന്താണ് ഇത്ര അസോസിയേറ്റ് കാര്യം? എന്താണ് നമ്മൾ ചോദിച്ചു വേണ്ടി പോവല്ലേ? ഞാൻ മോഹൻ വർഗീസിന് വേണ്ടിയൊന്നുമല്ല സംസാരിക്കുന്നത്. നമ്മൾ ചോദിച്ചു വേണ്ടി പോവല്ലേ? താങ്കൾ ആൾക്കാർ പറയുമ്പോഴേക്കാണ് തടസ്സപ്പെടുത്തി ഞാൻ ഇടപെടും. ഞാൻ മോഹൻ വർഗീസിന്റെ വക്കാലത്ത് എടുക്കുന്നില്ല. എടുക്കണ്ട, അതാ പറയുന്നത്. ചർച്ചയിലിരിക്കണം, ഞാൻ ഇടപെടും. ഓക്കെ, ഇടപെട്ടോ. മോഹൻ വർഗീസ്, എന്റെ ചോദ്യം എന്താണ്? ഓക്കെ, ഇവർ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഫോട്ടോ ചിത്രീകരിച്ചു, താങ്കൾ ഏത് അടിസ്ഥാനത്തിൽ പറയുന്നതാണ്? ഫോട്ടോ ചിത്രീകരിച്ചു എന്ന വിവരം ഞാൻ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഏത് മാധ്യമങ്ങളിലാണ് മോഹൻ വർഗീസ്? ഇതൊക്കെ സോഴ്സ് ബേസ്ഡ് വാർത്തകളാണ്. നമുക്ക് മുന്നിൽ ആംബിഗ്വിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നിൽ പുറത്തുള്ളവരുടെ വീഡിയോ എന്താണ്? അവർ മൂന്നാറിലേക്ക് പോകുന്നുണ്ട്,
അവർ കോഴിക്കോടേക്ക് പോകുന്നുണ്ട്, അവർ കണ്ണൂരേക്ക് പോകുന്നുണ്ട്, അവർ കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് മുന്നിലുള്ള വീഡിയോകളിൽ കാണപ്പെടുന്നത് അവർ കേരളത്തിലെ ടൂറിസം മേഖലകളിൽ പോയി ടൂറിസത്തിന്റെ താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് മാത്രമാണ് ശ്രീ മോഹൻ വർഗീസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആംബിഗ്വിറ്റിയാണ്. നമ്മൾ വീഡിയോ വെച്ചിട്ടല്ല, വീഡിയോ ഒരു ചാര പ്രവർത്തനത്തെ നമ്മൾ അസസ് ചെയ്യുന്നത് വീഡിയോ വെച്ചിട്ടല്ല. അവർ അറസ്റ്റ് ചെയ്തത് വീഡിയോയുടെ അടിസ്ഥാനത്തിലല്ല, അവർ ചെയ്തിട്ടുള്ള വ്ളോഗുകളുടെ അടിസ്ഥാനത്തിലല്ല അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ യാത്രാപഥങ്ങൾ ട്രേസ് ചെയ്തതിനു ശേഷം പാകിസ്ഥാനിൽ അവർ അനവധി പ്രാവശ്യം പോയിട്ടുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ ബന്ധമുള്ള ആളുകളുമായി ഇന്ത്യയിൽ സംസാരിച്ചിട്ടുണ്ട്. എംബസി ഉദ്യോഗസ്ഥൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഡാനിഷ് എന്ന് പറയുന്ന വ്യാജ പേരുള്ള ആ യഥാർത്ഥ പേരുകാരൻ മറ്റൊരു പേരുകാരനാണ്, അദ്ദേഹവുമായി അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. അസിം മുനീറിന് വരെ ആ ഓഫീസിൽ വരെ അവരെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ അന്വേഷണത്തിൽ വരുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ 2 മാസമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഡിബേറ്റ് ചെയ്യുന്ന വിഷയം തന്നെയാണ്. അതിൽ രഹസ്യ സ്വഭാവമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ കേരളത്തിനുള്ളിൽ വന്ന് കൃത്യമായി 5 ഇടങ്ങൾ പറയുന്നുണ്ട്: ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മൂന്നാർ. അപ്പോൾ ഇത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 5 ഇടങ്ങൾ പറയുന്നു. ഈ 5 ഇടങ്ങൾക്ക് പുറമെ എനിക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുകയാണ്. 2 ഇടങ്ങൾ കൂടിയുണ്ട്. അതാണ് കൊച്ചിയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്, അതുപോലെ നേവൽ ബേസ് ആണ്. ഇതൊന്നും യാതൊരു അടിത്തറയില്ലാത്ത വിവരങ്ങളാണ്. മോഹൻ വർഗീസ് ആ വിവരം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്വിറ്ററിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളാണ്. എനിക്ക് ആ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ട്, പക്ഷെ അതിന് നമുക്ക് ആധികാരികമായി ഔദ്യോഗികമായി പറയാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ സോഴ്സ് നമുക്കില്ല. സ്ഥിരീകരണമില്ലാതാണ്. അങ്ങനെ നമുക്കില്ല, അത് നമുക്കില്ല. കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് കാശിപുരം, ഒരുപക്ഷെ കാശിപുരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. അത് പാലക്കാടുള്ള കാശിപുരം ക്ഷേത്രത്തിൽ സന്ദർശിച്ചതായി വിവരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അവരുടെ വീഡിയോയിലുണ്ട്. അല്ല ശ്രീ മോഹൻ വർഗീസ്, അതൊക്കെ അവരുടെ, ഞാൻ അങ്ങനെ എത്താം, അതൊക്കെ അവരുടെ വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ അവരുടെ വീഡിയോയിൽ ഇപ്പോഴും പരസ്യമായി ട്രാവൽ വിത്ത് ജോ എന്ന് കിടക്കുന്ന അവരുടെ വീഡിയോയിൽ ഇപ്പോഴും ഉള്ള കാര്യമാണ്. അങ്ങ് മറ്റു പറഞ്ഞ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ കേരളത്തിലെ തന്ത്രപ്രധാന മേഖല സന്ദർശിച്ചു എന്നുള്ള കാര്യം അന്തരീക്ഷത്തിൽ പറക്കുന്ന കാര്യമാണ്. നമുക്ക് ഒഫീഷ്യൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്തും.